അപ്പോൾ എല്ലാവർക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ വീണ്ടും കാണുന്നത് അല്ലേ? ഓക്കെ, യെസ്, എല്ലാവരും പേരൊക്കെ ഇടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. മീനൽ, റൂബൻ, യെസ് യെസ്, എല്ലാവരും ഇടുന്നുണ്ട്. അനിക, അനീഷ് കുമാർ, യെസ് യെസ്, ഋത്തിക, ആര്യ, യാ, എല്ലാവരും പേരൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ട്. ലെറ്റ് മി ചെക്ക്. അത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ആതിഥേവ്, നക്ഷത്ര, ഗബ്രിയോ, യെസ്, എല്ലാവരും പേരൊക്കെ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഒരാഴ്ചയായില്ലേ നമ്മൾ കണ്ടിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഒരാഴ്ചയൊക്കെ? പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ നടക്കണു? നമുക്ക് ഇപ്പോ 6th ഗ്രേഡിലേക്കുള്ള എൻട്രൻസ് എക്സാമിനാണല്ലേ നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്താ? നമുക്ക് ഈ എൻട്രൻസ് ക്ലിയർ ചെയ്ത് നവോദയ സ്കൂളിലേക്ക് നമുക്ക് ചേരണം അല്ലേ? അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എല്ലാവരും പഠിക്കണം. അപ്പൊ നമ്മൾ ഈ ശനിയും ഞായറുള്ള ക്ലാസ്സിൽ മാത്രം പഠിച്ചാൽ പോരാ, ബാക്കി സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ഇരുന്ന് പഠിക്കണം അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ നവോദയയിലേക്ക് ഇത്രയും കാര്യമായിട്ട് എൻട്രൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നത്? കാരണം അതൊരു ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാം ആണല്ലേ. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഒരു സ്കൂൾ രീതിയാണ്. നമുക്ക് യാതൊരുവിധ ചെലവും ഇല്ല. ഈവൻ നമ്മുടെ പെൻസിലോ ഇറേസറോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റിന്റെ കീഴിലാണ് ചെയ്യുന്നത്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, നമുക്ക് ആർട്സ്, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ നവോദയ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി ഇത്രയും കാര്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ വെക്കേഷനൊക്കെ ആണ്, നിങ്ങൾ കളിക്കുന്നൊക്കെ ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് അതും വേണം, പഠിക്കണം, അതിൻ്റെ കൂടെ കളിക്കണം, എല്ലാം ചെയ്യണം. എന്നാലും നമുക്ക് ഇപ്പൊ കുറച്ചൊന്ന് ഈ എക്സാമിന് വേണ്ടി കൂടുതൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടാൻ പോണേ? നവോദയയിലാണ് അഡ്മിഷൻ കിട്ടാൻ പോണത്. നിങ്ങളുടെ ഫ്യൂച്ചറിനും ഏറ്റവും ബെസ്റ്റ് ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവരും പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഋതിക, സായ്നന്ദൻ, റതുൽ, യെസ് യെസ്, എല്ലാവരും ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ആൻഡ് ഒരു കാര്യം കൂടെ നമ്മൾ മറക്കരുത്, നമ്മുടെ ഈ ചാനല് നിങ്ങൾ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. കാരണം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ട്രിക്സിൻ്റെയും ടിപ്സിൻ്റെയും ഒക്കെ വീഡിയോസ് ഒക്കെ ഇടും. നമ്മുടെ ക്ലാസ് മാത്രമല്ല, നമുക്ക് നല്ല ഫണ്ണായിട്ടുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ ടിപ്സും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമുക്ക് വരും. അപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് റിസോഴ്സസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മറക്കാതെ ആ വീഡിയോസ് എല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിടുക കേട്ടോ. അപ്പം നമുക്ക് അപ്പം തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അതെല്ലാവരും മറക്കരുത്. ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത പുതിയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോടും കൂടിയാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ കയറുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് ചെയ്യാനായിട്ട്. നമുക്കിന്നൊരു അറ്റൻഡൻസും കൂടി നമുക്കിന്ന് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ യെസ്, ചെയ്തു എന്ന് പറയുന്നുണ്ട് കുറേ പേര്. യെസ്, വെരി ഗുഡ്. ചെയ്തവരൊക്കെ വെരി ഗുഡ്. ഇനി എല്ലാരെങ്കിലും ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വേഗം ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻഡ് ഞാനപ്പോൾ ഒരു ഫോം ഇടാം. അത് എല്ലാവരും മറക്കാതെ ഫിൽ ചെയ്യണം. ഓക്കെ, ഓക്കെ, നിങ്ങളിപ്പോൾ എല്ലാവരും ഇവിടെ ചാറ്റ് ബോക്സിൽ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവരുടെ പേരും ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചിലപ്പോൾ വീണ്ടും ചോദിച്ചു എന്ന് വരും. അപ്പോൾ നിങ്ങളൊന്നുകൂടി വീണ്ടും പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, നമുക്കിത് ലൈവ് ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സസ് അല്ല അല്ലേ? യൂട്യൂബ് ലൈവാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും നമുക്ക് ചാറ്റ് ബോക്സിൽ കൂടെ പറയാൻ പറ്റുള്ളൂ.
അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോഴേക്കും എല്ലാവരും വേഗം നമുക്ക് ചാറ്റ് ബോക്സിലൂടെ റെസ്പോണ്ട് ചെയ്യണം. നമ്മളിവിടെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യും, അപ്പം ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ചോദിക്കും. അപ്പം എല്ലാവരും ചാറ്റ് ബോക്സിൽ നല്ല ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ആക്റ്റീവായിട്ട് ചാറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, ഫോണിൽ തന്നെ ഇരിക്കുന്ന ഒരു ജനറേഷൻ അല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടിടുക കേട്ടോ. ഓക്കെ, സോ യെസ് ഓക്കെ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തപ്പോൾ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, നമ്മൾ എല്ലാവരെയും ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെട്ടു. ഹൃത്തിക, ഗൗതം, യെസ് എല്ലാവരും ഉണ്ട്. ഓക്കെ, റാദുൽ, യെസ് ഓക്കെ. സോ എല്ലാവരും ഉണ്ട് ഇവിടെ. ക്രിഷ് ആൻഡ് റാദുൽ, യെസ്. അപ്പം ഞാൻ എല്ലാവരുടെയും പേരൊക്കെ വായിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഇടയ്ക്ക് വീണ്ടും ചോദിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് ആർക്കെങ്കിലും പെട്ടെന്നൊന്ന് ചാറ്റിലിടാൻ പറ്റുമോ? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ നമ്പേഴ്സിന്റെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയപ്പോൾ എന്താ പഠിച്ചു തുടങ്ങിയത്? അപ്പൊ ആദ്യമായിട്ടുള്ളവർക്കല്ല ചോദിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ ഫിൽ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫില്ല് ചെയ്യാം, പക്ഷെ മറക്കരുത് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ലൈവ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വിളിട്ട് കഴിഞ്ഞാൽ മെസ്സേജസ് ഒക്കെ പോകും. അതുകൊണ്ട് നിങ്ങൾ ലൈവ് നിർത്തണേന് മുന്നേ ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. ആരാ ചോദിച്ചിട്ടുള്ളത്? യെസ്. അപ്പോൾ ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആരാ ഗ്രൂപ്പിലോ ആരും ഒന്നും പറയണില്ലല്ലോ. എന്താ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? അതൊന്ന് പറയൂ വേഗം. നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു അല്ലേ? നമ്മൾ റിയൽ നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതല്ല നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ അഡീഷൻസ് പഠിച്ചു, സബ്സ്ട്രാക്ഷൻസ് പഠിച്ചു, ആൻഡ് ഞാൻ മലയാളം മീഡിയം കാര്യം കൂടി ഉൾപ്പെടുത്താന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ? അത് ഞാൻ മറന്നിട്ടില്ല. എല്ലാവർക്കും കാണുന്നില്ലേ? നമ്മുടെ സ്ക്രീൻ ചേഞ്ച് ചെയ്യുന്നത് എല്ലാവർക്കും കാണുന്നില്ലേ എന്നും കൂടി ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ സ്ക്രീൻ ചേഞ്ച് ചെയ്തത് എല്ലാവർക്കും കാണുന്നില്ലേ എന്നും കൂടി ഒന്ന് പറയണം. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൽ കൂടെ ചെറുതായിട്ടൊന്ന് വേഗം നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത് അല്ലേ? ആദ്യം നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, മാത്സിൽ നമ്പേഴ്സിൻ്റെ ഉപയോഗം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെ നമ്മൾ കുറച്ച് ഇൻട്രൊഡക്ഷൻസിലൂടെയാണ് തുടങ്ങിയത്. ആൻഡ് അതെ എല്ലാവരും എന്താ ഇട്ടിട്ടുണ്ട്? ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു. ആൻഡ് യെസ് ഹൃത്തിക എല്ലാവരും ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. യെസ്, ശ്രീനന്ദയും നമുക്ക് പിന്നെ ആരാ ഇട്ടിട്ടുള്ളത്? ശ്രീനന്ദ, പിന്നെ ഹൃത്തിക, അവരൊക്കെ ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. യെസ് 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 എല്ലാവരും ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. നൗ യെസ്, അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു അല്ലേ? നമ്പേഴ്സിന്റെ കൺസെപ്റ്റ് ആണ് പഠിച്ചത്, അതിന്റെ വാല്യൂസ്, എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നമ്പർ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ലേബൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു അളവ് പറയാൻ നമുക്ക് നമ്പർ വേണം. അങ്ങനെ മൊത്തത്തിൽ നമ്പേഴ്സിന്റെ ബേസിക്സ് ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു ടൈപ്സ്? ദാ മലയാളം മീഡിയംകാർ പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്കുള്ള മലയാളത്തിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, റേഷണൽ, ഇറേഷണൽ, ഇതൊക്കെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ദാ റിയൽ നമ്പേഴ്സിന് നമ്മൾ എന്താ പറയുന്നത്? രേഖീയ സംഖ്യ. ഓക്കെ, രേഖീയ സംഖ്യ എന്നാണ്. എന്തുകൊണ്ടാണ്? നമുക്കത് എവിടെയെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, രേഖയിൽ നമുക്ക് നമ്പർ ലൈൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അല്ലെ? സംഖ്യാരേഖ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ്. അതുകൊണ്ടാണ് അതിന് രേഖീയ സംഖ്യ എന്ന് പേര് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോംപ്ലക്സ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ നമ്പറും ആണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ആൻഡ് എണ്ണൽ സംഖ്യ, അതാണ് നമ്മൾ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ ഹോൾ നമ്പേഴ്സിന് നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്നാണ് പറയുന്നത്. ഇൻറ്റിജേഴ്സിനെ പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ പൂർണ്ണജ സംഖ്യകൾ എന്ന് പറയും. പിന്നെ റേഷണൽ ഭിന്നകങ്ങളാണ്, ഇറേഷണൽ അഭിന്നകങ്ങളാണ്.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് കറക്റ്റ് വേർഡ് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ നമ്മൾ വേർഡ്സിൽ നിന്ന് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ സംഖ്യകൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, എല്ലാവരും കമന്റിൽ റിപ്ലൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇത്രയും പോരാട്ടോ, കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക നിങ്ങൾ കമന്റ് ബോക്സിൽ. ഓക്കെ, നമുക്ക് ഇത്രയധികം വ്യൂസ് ഇല്ലേ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം കമന്റ് ബോക്സിൽ. കുറച്ചും കൂടി നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും വേഗം റിപ്ലൈ ചെയ്തേ. കുറച്ചും കൂടി എല്ലാവരും ആക്റ്റീവായിട്ട് റിപ്ലൈ ചെയ്യണം. നമുക്ക് എന്നാലല്ലേ ഇതൊരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആവുള്ളൂ. ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് ബോറടിക്കാണ്ടല്ലേ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് മാത്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബോറടി വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനേ തോന്നില്ല. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ആക്റ്റീവായിട്ട് വേഗം വേഗം റിപ്ലൈ ചെയ്തേ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ നമ്പേഴ്സ് പറഞ്ഞു, പിന്നെ നമ്മൾ അഡീഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു അല്ലേ. ഈ ബാക്കിയുള്ള പ്രോബ്ലംസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇനി ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ചെയ്തതല്ലാതെ ബാക്കി ഉള്ള അഡീഷൻസിൻ്റെ സബ്സ്ട്രാക്ഷൻസിൻ്റെയും പ്രോബ്ലംസും ഒക്കെ വേഗം വേഗം എല്ലാവരും ചെയ്ത് പഠിക്കണം. ഞാൻ വേഗം എന്ന് പറയാൻ കാരണം എന്താ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് അറിഞ്ഞാൽ പോരാ, പെട്ടെന്ന് ചെയ്യാൻ അറിയണം. എന്നാലും അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലേ. നമുക്ക് എത്ര സമയത്തിനുള്ളിൽ തീർക്കണ്ടേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ അറിയണം. ഓക്കെ, അല്ലോ. ഇനി സബ്സ്ട്രാക്ഷൻ്റെ കാര്യം നമ്മൾ ആകെ രണ്ടെണ്ണം കണ്ട കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് സബ്സ്ട്രാക്ഷൻ്റെ കാര്യം ഒന്ന് ചോദിച്ചിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സബ്സ്ട്രാക്ഷൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമുക്ക് സബ്സ്ട്രാക്ഷൻ അത് രണ്ടെണ്ണം കൂടെ ചെയ്തിട്ട് പോവാമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. ആർക്കെങ്കിലും സബ്സ്ട്രാക്ഷൻ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവരും യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. ഇനി കുഴപ്പമില്ല, സബ്സ്ട്രാക്ഷൻ പക്കയാണ്, നമുക്ക് അടുത്തതിലേക്ക് പോകാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നോ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് യെസ് എന്നുള്ള കമൻറ്റ്സ് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, വേഗമായിക്കോട്ടെ. ഓക്കെ, സോ ടെലിക്സ്, അശ്വതി ഇവരൊക്കെ യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ യെസ് എന്ന് കൊടുക്കാൻ പറഞ്ഞത് ഒന്നും കൂടെ സബ്സ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കൂടുതൽ പറയുന്നതെങ്കിൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. യെസ്, ഓക്കെ. അപ്പോൾ 1 2 3 4 5 6 5 6 പേർക്കൊക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് സബ്സ്ട്രാക്ഷൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തണമല്ലോ. നമ്മൾ ഒരു ടീമായിട്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ച് നവോദയ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ഷൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലത്തെ ഫസ്റ്റത്തെ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പം തേർഡ് വൺ, മൂന്നാമത്തെ പ്രോബ്ലത്തിന്റെ ആൻസർ വേഗം ഒന്ന് പറഞ്ഞ എല്ലാവരും. മൂന്നാമത്തെ പ്രോബ്ലം ഏതാ? മൂന്നാമത്തെ പ്രോബ്ലം 26 മൈനസ് 19, 26 മൈനസ് 19. അതിന്റെ വാല്യൂ ഒന്ന് വേഗം കമന്റിലിട്ടെ. വേഗം കേട്ടോ. വേഗം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളതും അറിയാവുന്നൊരു വേഗം കേട്ടോ. വേഗടോ. നമുക്ക് ഇത് സമയം എങ്ങനെ ചുരുക്കി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ പ്രീതി ഇട്ടിട്ടുണ്ട് 7 ആൻസർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്രാവശ്യം അവരെ കാണാനില്ലല്ലോ. ഹാദി വിവ, യെസ്. നെയിം ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സോറി, എനിക്ക് പെട്ടെന്ന് ഇതിൽ കാണുന്നത് ഇടാൻ പറ്റുള്ളൂ. നീതു, ശ്രീലക്ഷ്മി, ഹൃത്തിക, വിനാഷ്, യെസ് യെസ്. ഇത് നമുക്ക് ഈ ഒരു സ്പിരിറ്റ് അവരുണ്ട്. എല്ലാവരും വേഗം കേട്ടോ ട്ടാ. വേഗം കേട്ടോ. യെസ്, അപ്പോൾ
എത്രയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും? എത്രയാണ് ആൻസർ? കറക്റ്റ് ആൻസർ ആണ് എല്ലാവരും ഇടുന്നത്. വെരി ഗുഡ്. എല്ലാവരും ഇടുന്നത് കറക്റ്റ് ആൻസർ ആണ് 7. യെസ്, ദാറ്റ്സ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഈ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഐ ആം ഹാദി. ഓക്കെ, ഹാദി. യെസ്, 7 ആണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. വെരി ഗുഡ്. ആൻസർ ഈസ് 7. ഓക്കെ, ആൻസർ 7 ആണ്. യെസ്. നൗ 20 മൈനസ് 60 അതിൻ്റെയും കൂടെ ഒന്ന് പറഞ്ഞു. അപ്പൊ ഈ 20 മൈനസ് 60ന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് സബ്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. 16 കഴിഞ്ഞ 17, 18, 19, 20 നമുക്ക് അങ്ങനെ നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്കൊരു സബ്സ്ട്രാക്ഷൻ തന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി നമ്മൾ നോക്കണം. ഓക്കെ, മനസ്സിലായോ? അങ്ങനത്തെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള വല്ല പ്രോബ്ലംസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ അതിൽ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള വഴിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 4ാമത്തെ അങ്ങോട്ട് വിടാം. അത് എളുപ്പല്ലേ? 5ാമത്തെ നോക്കൂ. 96 മൈനസ് 19, 96 മൈനസ് 19. ഇതിലെല്ലാത്തിലും നമുക്ക് എന്താ പ്രശ്നമുള്ളത്? ബോറോയിങ് വരുന്ന പ്രോബ്ലംസ് ഇതൊക്കെ, അതായത് കടം കൊടുക്കൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് അതൊന്ന് വേഗം പറഞ്ഞ എല്ലാവരും. 5ാമത്തെ 96 മൈനസ് 19 അതിന്റെ ഒന്ന് വാല്യൂ വേഗം പറഞ്ഞ എല്ലാവരും. യെസ്, വേഗത്തരം പറഞ്ഞോളൂ. 96 മൈനസ് 19. ആരാണ് ആദ്യം ആൻസർ പറയണമെന്ന് നോക്കട്ടെ. യെസ്, പ്രീതി ആൻസർ പറഞ്ഞിട്ടുണ്ട് 77. യെസ്, വെരി ഗുഡ്. അതാണ് കറക്റ്റ് വാല്യൂ ആണ്. യെസ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ആക്റ്റീവായിട്ട് വരണം കേട്ടോ. ഇത്രയും ആക്റ്റീവായ പോരാ, നമുക്ക് കുറച്ചും കൂടി ആവാനുണ്ട്. ഹാദി 77 ആണ് കേട്ടോ. ഓക്കെ, ജെസ്, ജൂബി എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഹൃത്തിക്, യെസ്, 77. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഈ കമന്റ് വരുന്നതിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറച്ച് ലാഗ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് വേഗം മാറ്റി എടുക്കണം കേട്ടോ. കൂടുതൽ പ്രോബ്ലംസ് ചെയ്തിട്ട് നമുക്ക് സബ്സ്ട്രാക്ഷൻസിന്റെ പ്രശ്നങ്ങൾ മാറ്റിയിരിക്കണം. ഓക്കെ, ആദിദേവ് ഇടുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് ആദിദേവ് കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ആക്റ്റീവായിട്ട് ചെയ്തിരുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാത്തിനും ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്രാവശ്യം പക്ഷേ കുറച്ച് എനിക്ക് തോന്നുന്നു മെസ്സേജ് ലാഗ് ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. സോറി. ഞാൻ പേര് പറയാം കേട്ടോ. യെസ്, ആര്യ, ഷീമ, യെസ്, എല്ലാവരും ഇടുന്നുണ്ട്. യെസ്, സീന, KR മിസ് കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംശയം എന്നുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. എന്താ സംശയം എന്നുണ്ടെങ്കിലും ചോദിച്ചോളൂ. ദെൻ അപ്പൊ നമുക്ക് എന്താ സബ്സ്ട്രാക്ഷന്റെ അവസ്ഥ? നമ്മളിപ്പോ ഒരു 1, 2, 3 3 ചെയ്തു. അപ്പൊ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? യെസ്, കൂടുതൽ ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, നന്നായി ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീമ, യെസ്, നെക്സ്റ്റ് അടുത്തതിൻ്റെയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനി വീണ്ടും നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യണോ അതോ ഇറ്റ്സ് ഓക്കെ ആണോ? യെസ്, യുദ്ധി. ഓക്കെ, യുദ്ധി മനസ്സിലായിട്ടുണ്ട്. യെസ്, ഓക്കെ. സോ അപ്പൊ സബ്സ്ട്രാക്ഷൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? സബ്സ്ട്രാക്ഷൻ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിരിക്കുന്ന 20 മൈനസ് 16 നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് തരണമെങ്കിൽ നമ്മൾ ആ 10നെ ഇങ്ങോട്ട് മാറ്റി 0നെ 10 ആക്കി 2നെ 1 ആക്കി നമ്മൾ അങ്ങനെ ഒരുപാട് വലിയ വഴിയിലേക്ക് പോകേണ്ട കാര്യമില്ല. മനസ്സിലായോ? നമ്മളപ്പോ എപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം 20ൽ നിന്ന് 16 കുറച്ചാല് 4 ആണ് ആൻസർ എന്ന് നമുക്കറിയാം. കാരണം 16, 17, 18, 19, 20. അപ്പോൾ അങ്ങനത്തെ എളുപ്പമുള്ള വഴി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ നമ്പേഴ്സിനായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം. യെസ്, ആദിദേവ്, യെസ്, ദാറ്റ്സ് കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ,
അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ നമ്പേഴ്സ് കൂടുതൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കാണുമ്പോൾ ഓക്കെ ഇതിനെ എത്ര എളുപ്പത്തിലുള്ള രീതിയിൽ ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 33 മൈനസ് 28 നമ്മൾ എങ്ങനെ ചെയ്യാം? 33 മൈനസ് 28 എന്ന് കാണുമ്പോൾ നമ്മൾ 3 വെട്ടി 13 ആക്കി ഒരുപാട് കഷ്ടപ്പാടാ അല്ലെ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കേ, 33 28 പോയാൽ 5 ഉത്തരം. അത് നമുക്ക് എങ്ങനെയും കൂടി കിട്ടും. 28 കഴിഞ്ഞാൽ 29, 30, 31, 32, 33. മനസ്സിലായോ? അപ്പൊ തൊട്ടടുത്ത് വരുന്ന സംഖ്യകള് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ചൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും അവിടെ. ഓക്കെ, നിങ്ങൾക്ക് OMR രീതിയിലുള്ള പരീക്ഷകളായിരിക്കുമല്ലോ, അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് തെറ്റ് എന്താണോ വരാൻ പോകുന്നത് ആ ആൻസർ അവിടെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ മാത്സിൽ അത് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്താണോ തെറ്റ് വരുന്നത് ആ ആൻസറും അവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ പ്രോബ്ലംസും ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പോ സബ്സ്ട്രാക്ഷന്റെ അവസ്ഥ എന്താ? എല്ലാവർക്കും സബ്സ്ട്രാക്ഷൻ ക്ലിയർ ആയോ? യെസ്, ഓക്കെ, യെസ്, ഓക്കെ. കുറച്ച് പേരൊക്കെ ഇപ്പോഴാണ് വന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് നോ പ്രോബ്ലം. നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല, സബ്സ്ട്രാക്ഷനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മള്. ഓക്കെ, യെസ്. അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് സബ്സ്ട്രാക്ഷൻ അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോയാലോ? അപ്പൊ അത് ഇനി നമുക്ക് സബ്സ്ട്രാക്ഷന്റെ ക്ലിയർ ആയെങ്കിൽ എല്ലാവരും യെസ് എന്ന് കമന്റ് ചെയ്യുക. സബ്സ്ട്രാക്ഷന്റെ ഭാഗം ക്ലിയർ ആയെങ്കിൽ എല്ലാവരും നമുക്ക് യെസ് എന്ന് കമന്റ് ചെയ്യുക. അത് മാത്രല്ല, നമുക്ക് 3 ഡിജിറ്റ്സും കൂടി ഉണ്ട്. അതും കൂടെ 2 ചെയ്തിട്ട് നമുക്ക് പോവാന്ന. ഓക്കെ, വേഗം ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്തോളൂ. യെസ്, എല്ലാവരും ഇപ്പോഴും വാല്യൂസ് ആണ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 3 ഡിജിറ്റും കൂടി ഉണ്ട്. അപ്പൊ 3 ഡിജിറ്റ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ഓക്കെ, 3 ഡിജിറ്റ്സ് വരുമ്പോൾ എങ്ങനെയാ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ. ഓക്കെ, ഇവിടെ ഇപ്പൊ നോക്കിയേ എല്ലാവരും. നമുക്ക് 688 മൈനസ് 399, അതായത് 688 മൈനസ് 399 നമുക്ക് ചെയ്യാനുള്ള സംഖ്യ. അപ്പൊ ആദ്യം തന്നെ 8ൽ നിന്ന് 9 പോവില്ലല്ലോ. നമ്മൾ എന്താ ചെയ്തേ? 18 അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ 8 ഉണ്ടായിരുന്നത് 7. അതാണല്ലോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി 18ൽ നിന്ന് 9 കുറച്ചാൽ നമുക്കറിയാം ആൻസർ 9 ആണ് അല്ലേ. ഇനി 7ൽ നിന്ന് 9 പോവോ? ഇല്ല. അപ്പൊ അത് അഗെയിൻ 17 ഇവിടെ 6 ഉണ്ടായിരുന്നത് 5 ഓക്കെ. അപ്പൊ 17ൽ നിന്ന് 9 പോണം. 17ൽ നിന്ന് 9 പോയ എത്ര വരിക? 8 അല്ലേ വരിക? യെസ്. ഓക്കെ, ഇനി 5ൽ നിന്ന് 3 പോയാൽ 2. മനസ്സിലായോ? 289 നമ്മുടെ ഉത്തരം. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 3 ഡിജിറ്റ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത രണ്ടാമത്തെ നോക്കിയേ. അടുത്ത രണ്ടാമത്തെ എന്താണ്? 6ൽ നിന്ന് 8 പോവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 6നെ 16 ആക്കണം. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തിട്ടാണല്ലോ നമ്മൾ 6നെ 16 ആക്കിയത്. അപ്പൊ 7 ഇവിടെ 6 ആയി. അത് മറക്കരുത് കേട്ടോ. അതാണ് അടുത്തൊരു തെറ്റ് വരാനുള്ള സംഭവം. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഈ കണ്ട എക്സാമ്പിളില് യെസ് 289 ആണ് ആൻസർ. കറക്റ്റ് ഹാദി, ദാറ്റ്സ് കറക്റ്റ്. വെരി ഗുഡ്. നോക്കിയേ, നമ്മളിപ്പോ ഇവിടെ ഞാൻ സൈഡിൽ എഴുതാം, നോക്കിക്കോളൂ. 876 398 ഇങ്ങനെയല്ലേ എഴുതിയത്? ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും ഈ 6ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല. കാരണം 6 ചെറിയ സംഖ്യ അല്ലേ. അപ്പൊ നമ്മൾ ഇതിനെ 16 ആക്കി. 6ന്റെ കൂടെ അപ്പുറത്തുനിന്ന് നമ്മളൊരു 1 കടം കൊടുത്തതിനെ 16 ആക്കി. അപ്പൊ
അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 7നെ വെട്ടി 7ൽ നിന്ന് 1 കുറച്ച് അതിനെ 6 ആക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പ് മറന്നു പോകും. മനസ്സിലായോ? വീണ്ടും നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ 7 ആയിട്ട് തന്നെ കണ്ടാൽ നമ്മുടെ ഉത്തരം തെറ്റിയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ തന്നെ നമ്മൾ 7ൽ നിന്നുള്ളത് മാറി 6 ആയി എന്നുള്ളത് അപ്പൊ തന്നെ നമ്മൾ എഴുതണം. മറന്നു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളപ്പോ എഴുതി. ഇനിയിപ്പോ ഇവിടെ നോക്കിയേ, 8 ഉത്തരം വരിക. വീണ്ടും 16ൽ നിന്ന് 6ൽ നിന്ന് 9 പോവില്ല, വെട്ടി. അപ്പൊ തന്നെ ഇത് 7 ആയിട്ടാണ് ഇവിടേക്ക് 1 കടം കൊടുക്കുന്നത്. മനസ്സിലായോ? 16ൽ നിന്ന് പോയാൽ നമുക്ക് 7 ഉത്തരം കിട്ടി. ഇവിടെ 7ൽ നിന്ന് 3 പോയി 4. ക്ലിയർ ആയോ? യെസ് ആദിദേവ്, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. 478 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ തെറ്റുന്നതാണ് മിക്കവർക്കും പ്രശ്നം വരിക. നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കും, പക്ഷെ ഇവിടെ നിന്ന് ഒന്ന് കുറയ്ക്കാൻ എപ്പോഴും മറക്കും. അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടുത്തുനിന്ന് ഒരെണ്ണം കുറച്ച് എഴുതണം. അതാരും വിട്ടു പോകരുത്. കാരണം നമുക്ക് എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് അവസാനത്തെ ആൻസർ തെറ്റിയാൽ പോലും നമ്മുടെ മാത്സിൽ മാർക്ക് പോയി. മനസ്സിലായോ? യെസ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാദി 4th വണ്ണിന്റെ ആൻസർ 456 ആണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ അപ്പൊ 3 ഡിജിറ്റ് സബ്സ്ട്രാക്ഷൻ താരതമ്യേന 2 ഡിജിറ്റിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. കാരണം നമ്മൾ ഈ കടം കൊടുക്കുന്ന അല്ലെങ്കിൽ ബോറോ ചെയ്യുന്നത് 2 വട്ടം ചെയ്യണം. ചില കേസസിൽ 2 വട്ടം ചിലപ്പോൾ വേണ്ടി വരില്ല. എന്നാൽ പോലും ഈ ബോറോ ചെയ്യുന്ന പരിപാടി 2 വട്ടം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ സാധനം ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് തെറ്റുപറ്റുക. അപ്പൊ അവിടെ കുറച്ച് വരുന്നത് അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കുറയുന്നത് മറക്കരുത്. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ വേഗം അടുത്തതൊന്ന് ചെയ്ത് നോക്കിയേ. മൂന്നാമത്തെ എളുപ്പമാണ്. 50 - 45 അത് ചെയ്യണ്ട. നാലാമത്തെ 783 - 297. അതൊന്ന് വേഗം എല്ലാവരും ചെയ്തിട്ട് ആൻസർ ചെയ്തേ. പിന്നെ നിങ്ങൾ ഈ കമന്റ് ബോക്സിലെ ആൻസർ കമന്റ് ചെയ്യുന്നവര് എത്രാമത്തെ ആൻസർ ആണെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോ കുറെ വാല്യൂസ് ഇങ്ങനെ ഒരുമിച്ച് കമന്റ് ചെയ്യുമ്പോൾ ഏതിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ 4ാമത്തെ ആണെങ്കിൽ 4th ആൻസർ ഇത്ര, 5th ആൻസർ ഇത്ര, അങ്ങനെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഏതിന്റെ ആൻസർ ആണ് പറയുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് 4ാമത്തെ. അപ്പൊ ഓൾറെഡി ഇട്ടവരാണെങ്കിൽ പോലും 4ാമത്തെ ഒന്നും കൂടി ഇടും. 4th ആൻസർ അല്ലെങ്കിൽ 4th ഇത്ര വാല്യൂ അങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ കുറച്ചും കൂടി എല്ലാവരും ആക്റ്റീവായിട്ട് നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കണു. പക്ഷെ നമുക്ക് കമന്റ് കുറച്ച് കുറവാ. കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവും എല്ലാവരും. നമുക്ക് ആക്റ്റീവ് ആയാലാണ്. ഇപ്പൊ നിങ്ങളുടെ ആൻസർ തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ തെറ്റുന്നല്ലേ പഠിക്കുക. ഓക്കെ, തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് നല്ല പോലെ ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും 4ാമത്തെ 5ാമത്തെ 6ാമത്തെ എന്ന് പറഞ്ഞിട്ട് 4th 5th 6th അങ്ങനെ പറഞ്ഞിട്ട് വേണം ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ 3 ഡിജിറ്റിന്റെ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് ആദിദേവ് 5th ആൻസർ ഇട്ടിട്ടുണ്ട് 374. യെസ്, ദാറ്റ്സ് കറക്റ്റ്. 374 ആണ്. 461 - 87 ആൻസർ 374 ആണ്. ആൻഡ് ഹാദി, യെസ് ദാറ്റ്സ് കറക്റ്റ്. 6ാമത്തെ ആൻസർ ഹാദി ഇട്ടിട്ടുണ്ട് 89 ആണ്. ദാറ്റ്സ് വെരി ഗുഡ്. യെസ്, 4ാമത്തെ 486 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പൊ എല്ലാവരും ഇട്ടിട്ടുണ്ട്. നീതു, ഹാദി, ആദിദേവ്, ഹൃത്തിക, കൃഷി എല്ലാവരും ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്താണ് നമ്മുടെ 3 ഡിജിറ്റിന്റെ ക്ലിയർ ആയോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഇനി സബ്സ്ട്രാക്ഷന്റെ കേസസിൽ എന്തെങ്കിലും സംശയമുണ്ടോ? സബ്സ്ട്രാക്ഷന്റെ കേസസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേഗം ഒന്ന് പറയാം കേട്ടോ. കാരണം നമുക്ക് ഇനി മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നോക്കാനുണ്ട് കേട്ടോ, അല്ലേ? വേഗം ഒന്ന് പറയാ. സംശയമൊന്നും ഇല്ല. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇടാം. വേഗം ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും ആക്റ്റീവായിട്ട് നോക്കട്ടെ. എത്ര പെട്ടെന്നാണ് എല്ലാവരും തംസപ്പ് ഒക്കെ ഇടുന്നതെന്ന് നോക്കട്ടെ. വേഗം കേട്ടോ,
ക്ലിയർ ആണെങ്കിൽ വേഗം ഒരു തംസപ്പ് കിട്ടും. എല്ലാവരും അതിന്റെ ഇടയിൽ മറക്കാണ്ട് അറ്റൻഡൻസ് ഫില്ല് ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും ഇടയിൽ മറന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് ഷീറ്റ് ഫില്ല് ചെയ്യാൻ മറക്കരുത്. യെസ്, എല്ലാവരും ഇടുന്നുണ്ട്. ടെലിക്സ്, ജിഷ എല്ലാവരും ഇട്ടിട്ടുണ്ട്. ആർക്കാണ് ക്ലിയർ അല്ലാത്തത്? നോ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അല്ല എന്നാണോ? ഓക്കെ, 1 2 3 4. ഓക്കെ, ക്ലിയർ അല്ല എന്നുള്ള ഒരു നോ എന്ന് കമന്റ് ചെയ്തോളൂ. ഇപ്പൊ എല്ലാവരും മൾട്ടിപ്പിൾ ചെയ്യാം. യെസ്, എല്ലാവരും അടുത്തതിലേക്ക് പോവാനാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആണ്. യെസ്, ആരും ഇപ്പോ നോ പറഞ്ഞിട്ടില്ല. യെസ്, അപ്പൊ ഓക്കെ, എല്ലാവരും തംസപ്പ് ഇട്ടു. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ അഡീഷൻ ഓക്കെ. അപ്പോ 2 പേർക്ക് ക്ലിയർ ആവാത്തതുണ്ട്. എന്താണ് സംശയം നിങ്ങൾക്ക്? ഞാൻ ഒന്നും കൂടെ പറയാം, ഒരു എക്സാമ്പിൾ വഴി പറയാം. ദാ ഇവിടെ നോക്കിയേ, ഒരു എണ്ണം കൂടി ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. 461 മൈനസ് 87. ഇതാണ് ഞാൻ ഒന്നും കൂടി ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. 1ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ലല്ലോ. 1 ചെറിയ സംഖ്യയും 7 വലിയ സംഖ്യയും അല്ല. നമുക്ക് എപ്പോഴും വലുതിൽ നിന്നല്ലേ ചിലത് കുറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? 2 നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. ഈ ഒരു നമ്പറും വേറൊരു നമ്പറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് സബ്സ്ട്രാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ 461ഉം 87ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, ഇത് രണ്ടും തമ്മിൽ എത്ര സംഖ്യകളുടെ വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞെന്താ, 1ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. കാരണം 1 ചെറിയ സംഖ്യയും 7 വലിയ സംഖ്യയാണ്. അപ്പൊ നമുക്ക് 1ന്റെ കൂടെ എപ്പോഴും നമ്മൾ ചെയ്യെന്താ, ഏതാണോ ആ നമ്പർ, ആ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 കൂടി ഇടും. ഓക്കെ, അപ്പൊ എപ്പോഴും പ്രശ്നം വരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എന്നുള്ള സംഖ്യയിലേക്ക് 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് 7 അല്ലേ ആവണ്ടേ? അല്ല, 1 എന്നുള്ള സംഖ്യയിലേക്ക് 1 കൊടുത്താൽ അത് 2 അല്ലേ ആവണ്ടേ? അങ്ങനെ ഒരു സംശയം വരാം അല്ലെ ആർക്കെങ്കിലും? അങ്ങനെയല്ല, എന്താണോ നമ്പർ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും 1 ആഡ് ചെയ്യുക. ഇതാ ഇവിടെയാണെങ്കിൽ നോക്കി നോക്കിയേ, 8 മാറി 18. ഇവിടെയാണെങ്കിലോ 4 മാറി അത് 4ന്റെ ഇപ്പുറത്ത് 1 ഇട്ടു 14. അങ്ങനെയാണ് നമ്മൾ കടം കൊടുക്കുക എന്നുള്ള പരിപാടി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 1 എന്നുള്ളത് 11ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇവിടേക്ക് കൊടുത്തത് അല്ലെ. ഇപ്പുറത്തുണ്ടായിരുന്ന 6ൽ നിന്ന് നമ്മൾ 1 ഇപ്പുറത്തേക്ക് കൊടുത്തു. അപ്പൊ ഈ 6ന്ന് ഒരെണ്ണം കുറത്ത് ഇവിടെ 5ആയി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ 11ൽ നിന്നാണ് പിന്നെ നമ്മൾ 7 കുറയ്ക്കുന്നത്. 11ൽ നിന്ന് 7 കുറയ്ക്കുമ്പോ എത്രയാ? അപ്പൊ നമ്മൾ എങ്ങനെയാ കുറയ്ക്കുക? 11ഉം 7ഉം അടുത്ത് കിടക്കുന്ന നമ്പറാണ് അല്ലെ. അപ്പൊ നമ്മൾ 7ൽ നിന്ന് 11ലേക്ക് എണ്ണുക. എങ്ങനെ എണ്ണാ? 7 കഴിഞ്ഞാൽ 8 9 10 11. അപ്പൊ നമുക്ക് എത്ര കിട്ടിയേ? 4. അപ്പൊ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് 7 8 9 10 11. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടിയത്? 4. അപ്പൊ നമ്മളത് അവിടെ എഴുതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. ഇവിടെ നമുക്ക് ഏതാ 6 അല്ല 5 ആണുള്ളത്. 5ൽ നിന്നും നമുക്ക് 8 കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 5നെ വീണ്ടും ഒരെണ്ണം ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇതെന്തായി? ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ഇട്ടു 15ആയി. ഓക്കെ, അപ്പൊ ഇനി 15ൽ നിന്നാണ് 8 കുറയ്ക്കേണ്ടത്. അപ്പൊ എത്രയായി? 8ൽ നിന്ന് 15ലേക്ക് എണ്ണുക. 9 10 11 12 13 14 15 7. ഓക്കെ, യെസ്, ഇവിടെ 3 ആയി നമ്മൾ അവിടേക്ക് കൊടുത്തപ്പോൾ. സോ 375 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, യെസ്, ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഞാൻ ഈ ഷീറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ചെയ്ത ഹാദി കമന്റ് ചെയ്തിട്ടുണ്ട് മൂവ് ആവാൻ. ഓക്കെ, സോ
സാരമില്ല ഹാദി, ഇപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമല്ലോ, അപ്പൊ നിങ്ങൾ സ്വസ്ഥമായിരുന്നിട്ട് ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ, സോ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. 5th 374. യെസ് വെരി ഗുഡ്, ക്ലിയർ. ഓക്കെ, സോ ഇനി ഒന്ന് പറഞ്ഞ എല്ലാവരും ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോയാലോ? ഞാനപ്പോൾ സബ്സ്ട്രാക്ഷൻ നമ്മൾ വിശദമായി പഠിച്ചു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം അല്ലേ? ഓക്കെ അല്ലേ? സോ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും 2 ഡിജിറ്റും 3 ഡിജിറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, സോ ഓക്കെ, ഓക്കെ. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നിങ്ങൾക്ക് എളുപ്പം? അത് പറയാം, നമുക്ക് എളുപ്പത്തിൽ നിന്ന് തുടങ്ങാം. ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് എളുപ്പം? നമുക്ക് ഏറ്റവും കൂടുതൽ പിള്ളേർക്കും 1ഉം 5ഉം 10ഉം ഒക്കെ ഇഷ്ടാവും അല്ലേ? അതൊക്കെ ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ? നമ്മളെപ്പോഴും എളുപ്പമുള്ള പരിപാടിയല്ലേ നോക്കുള്ളൂ. കാരണം 5 വെച്ച് കൂട്ടാൻ നല്ല എളുപ്പമാണ്, 10 വെച്ച് കൂട്ടാനും എളുപ്പമാണ്. 1ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, നമ്മൾ ഏതാണ് നമ്പറാണോ ചെയ്യുന്നത് അത് തന്നെയാണ് വരിക അല്ലേ? നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എളുപ്പമുള്ള പരിപാടിയാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി ചെയ്യാൻ നമുക്ക് മടിയാ അല്ലേ? ഇത്ര താല്പര്യമില്ല. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോട്ടെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാഠം ടഫാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക? ആ പാഠം ടഫാ, അതിൽ നിന്നൊന്നും വരില്ല, നമ്മൾ തന്നെ അങ്ങോട്ട് വിചാരിക്കും അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കൊന്നല്ല അറിയാം. നമ്മൾ തന്നെ വിചാരിക്കും ഈ പാഠം വരില്ല. അതെന്തുകൊണ്ട് നമ്മളങ്ങനെ വിചാരിക്കണേ? നമുക്കത് ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മുടെ നല്ല കാലത്തിന് എന്ത് പറ്റും? ആ പാഠത്തിൽ നിന്ന് തന്നെ വരും. അനുഭവം ഉണ്ടോ എല്ലാവർക്കും? അതെല്ലാവരും എന്താ ഇട്ടിട്ടുണ്ട്? 5ന്റെ എളുപ്പം, 8ന്റെ എളുപ്പം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, വെരി ഗുഡ്. പിന്നെ 1ന്റെ 2ന്റെ 5ന്റെ യെസ്, 10ന്റെ, പിന്നെ 8ന്റെ 9ന്റെ എല്ലാതും ഇടുന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഫുള്ള് ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്തണേന്ന് തന്നെ വരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങനെ ഒന്നും മാറ്റി നിർത്തരുത്. അപ്പൊ വേഗം ഇതിന്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. 1 × 2 2 ആണ്, നമുക്ക് ഉറപ്പാണ്. 3 × 4 എത്രയാ? 3 × 4 എത്ര വരുന്നേ? 12. 5 × 7 35 അല്ലേ? അപ്പൊ ഇനി 4 × 8 അതൊട്ട് എല്ലാവരും ഒന്ന് വേഗട്ടെ. യെസ്, ഹൃത്തികയ്ക്ക് എല്ലാ ടേബിളും അറിയാന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ടേബിൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ശരിയായി. കാരണം ഹരിക്കാനും നമുക്ക് ഗുണനം അറിയണല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാണ്ട് ഹരണം പറ്റുമോ? അത് പറ്റില്ല. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ്, നവോദയ പോലുള്ള എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ എഴുതാൻ പോവുകയാണെങ്കിൽ ഗുണനം ഹരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അഡീഷനും സബ്സ്ട്രാക്ഷനും വേണ്ടെന്നല്ല കേട്ടോ, അത് വേണം. എന്നാലും അത് നമ്മൾ പിന്നെയും ചെയ്യും. ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ ഏറ്റവും പ്രശ്നം വരുന്നത് ഡിവിഷന്റെ ഭാഗത്താണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാതെ ഡിവിഷൻ പറ്റില്ല. യെസ്, 32 കറക്റ്റ് ആൻസർ. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, വേഗം കമന്റ് ചെയ്തോളൂ. യെസ്, അപ്പൊ എല്ലാവരും വേഗം കമന്റ് ചെയ്തിട്ടുണ്ട്. 32 ക്ലിയർ, വെരി ഗുഡ്. 5th 30. യെസ്, ഗുഡ്, ദാറ്റ് ഈസ് കറക്റ്റ് ഹാദി. ആൻഡ് 9 × 10 90 ആണ്. യെസ്, അപ്പൊ എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ അപ്പൊ ഞാൻ കുറച്ച് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2ന്റെ 3ന്റെ 4ന്റെ എല്ലാത്തിന്റെയും കൂടെയുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളോട് നിൽക്കട്ടെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അറിയാതെ ഒരു വഴിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ ചാനലില് കുറെ ട്രിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തൊരു എന്തായാലും കാണാം. 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് ഞാൻ അവിടെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ട്രിക്ക് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതുപോലെ 8ന്റെയും 7ന്റെയും അങ്ങനെ എല്ലാത്തിന്റെയും ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മളെ ഏറ്റവും മനപ്പാടമാക്കാൻ പറ്റുന്നോ അത്രയും ആക്കണം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അവിടെ നിൽക്കട്ടെ. യെസ്, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും എല്ലാത്തിന്റെ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്.
വിനാഷ്, സീമ, ആദിദേവ്, ചെലേക്സ്, അനിക, ഹൃത്തിക്, ഹൃത്തിക, ഹാദി, നീതു, കൃഷി. സോറി, ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടു പോകുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. വിനാഷ്, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരുടെ പേരും വായിക്കാൻ പറ്റില്ല. റൂബൻ, ഓക്കെ, ജിഷ, യെസ്. പിന്നെ ലൈക്ക് ഇറ്റ് എന്ന പേരുള്ളത് ആരാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ ആക്റ്റീവായിട്ട് നമുക്ക് എല്ലാവരെയും വേണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. ഇനി ടേബിളിൽ നമ്മൾ 10 വരെ പഠിക്കണുള്ളൂ അല്ലേ. ഈ 10 കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വരുന്ന സാധനങ്ങളിലാണ് നമുക്ക് പ്രശ്നം വരിക. അത് നമുക്കൊന്ന് നോക്കാം. യെസ്. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഇങ്ങനത്തെ ഓരോ സെറ്റൊക്കെ വരികയാണെങ്കിൽ, അതായത് 64 × 3, 77 × 9, 98 × 8. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താ? മൾട്ടിപ്ലൈ ചെയ്യാണ്. അതിൻ്റെ ആ ഒരു നമ്പർ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ആ നമ്പറിനെ നമ്മൾ 3 തവണ ആഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ 12 × 3 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 12 + 12 + 12 എന്നാണ് അല്ലേ. 12നെ 3 തവണ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 12നെ 3 ഇരട്ടിയാക്കി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഇവിടെയുള്ളൊരു എക്സാമ്പിൾ എന്താ? 64 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 64 + 64 + 64. അതാണ് 64 × 3. അപ്പം നമുക്ക് ഒരു 8 തവണ അല്ലെങ്കിൽ 10 തവണ ഒക്കെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ. 64 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64നെ 8 തവണ ഇരുന്ന് ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം നമ്മൾ അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 64 × 3 എന്ന് പറഞ്ഞാൽ 64 3 തവണ. 77 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77 9 തവണ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 77നെ 9 വട്ടം ഇരുന്ന് ആഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമുക്കെല്ലാം പെട്ടെന്ന് നടക്കണം, അതല്ല നമുക്കുള്ള കാര്യം. എന്ത് കാര്യവും പെട്ടെന്ന് നടന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുണനം എന്ന് പറയുന്ന ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചെയ്യാം? ഇങ്ങനെയാണ് നമുക്കൊരു 64 × 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ? ഇതിൽ 4 × 3 ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 4 × 3 എത്രയാ? 12 ആണ് അല്ലേ. അവിടെ എഴുതി 2. ഓക്കെ, ബാക്കി ഒന്ന് നമ്മളവിടെ മാറ്റി നിർത്തി. ഇനി 6 × 3 എത്രയാണ്? 18. ആ മാറ്റി നിർത്തി ഒന്നും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടിയേ? 192. ഇതാണോ എല്ലാവർക്കും കിട്ടിയ ആൻസർ? എല്ലാവരും ഒന്ന് വേഗം കമന്റ് ചെയ്തേ. അതാണോ കിട്ടിയത്? യെസ്, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. നീതു കമന്റ് ചെയ്തിട്ടുണ്ട്, റൂബൻ കമന്റ് ചെയ്തിട്ടുണ്ട്, ആതിഥേവ് കമന്റ് ചെയ്തിട്ടുണ്ട്, സീന യെസ്, ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ. ഓക്കെ, സോ എല്ലാവരും റിയാക്ഷൻസ് ഒക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിരിക്കുകയാണ് എല്ലാവരും. യെസ്, 3rd 874 എന്നൊക്കെ പറഞ്ഞ ഹാദി കമന്റ് ചെയ്തിട്ടുണ്ട്. സോ ഹാദി നല്ല സ്പീഡാണ് ചെയ്യുന്നതിൽ. ഓക്കെ, വെരി ഗുഡ്. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ വേ. അടുത്ത ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 77 × 9. അപ്പോൾ 7 × 9. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? 77 × 9. ഇനി നമുക്ക് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ് തന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിനെ നേരെ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇങ്ങനെ കോളം മെത്തേഡ് ചെയ്യുമ്പോഴായിരിക്കും എളുപ്പമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 77 × 9 എന്ന് എഴുതണം. ഈ 9 ഇവിടെ എഴുതിയ ആൻസർ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ 77/9 എന്നുള്ളതിൽ അല്ലെങ്കിൽ
ഒറ്റ സംഖ്യയാണ് ഈ ഇരട്ട സംഖ്യയുടെ കൂടെ നമ്മൾ ഗുണിക്കുന്നതെങ്കിൽ അതെപ്പോഴും ഈ പ്ലേസിൽ വരണം. ഇതിൻ്റെ ഈ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഈ നമ്പറിന്റെ താഴെയാണ് വരേണ്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂമറിക് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്. യെസ്, വെരി ഗുഡ്. മൂന്നാമത്തെ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട് ആദിദേവ്. യെസ്, രണ്ടാമത്തെ ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട് നീതു. ആൻഡ് നാലാമത്തെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എളുപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ന്യൂമറിക് സിസ്റ്റത്തിൽ നമ്മൾ ഈ പ്ലേസ് വാല്യൂസ്, ഫേസ് വാല്യൂസ് അല്ലെങ്കിൽ സ്ഥാനമൂല്യം, മുഖമൂല്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ സംഭവങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ എവിടേക്ക് ഇത് ഇടണം അല്ലെങ്കിൽ ഓരോ നമ്പറിന്റെ സ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കാം അതൊക്കെ പഠിക്കും കേട്ടോ. അവിടേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷെ എപ്പോഴും എല്ലാ നമ്പറിനും ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തിൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താലാണ് നമുക്ക് കറക്റ്റ് വാല്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ നമ്പറിന്റെയും ഓരോ സ്ഥാനവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതിന് പകരം 77 × 9 ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്യാ? 7 × 9. 7 × 9 എത്രയാണ്? 63. യെസ്, അപ്പൊ 63ന്റെ കൂടെ വീണ്ടും ചെയ്ത് കഴിഞ്ഞാല് ഇതല്ലേ എല്ലാവർക്കും കിട്ടിയത്? 693 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ? സോ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ശ്രീലക്ഷ്മി, നേരത്തെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ടെലിക്സ്, ഹൃത്തിക, യെസ്, ഓക്കെ. നമ്മുടെ കുറെ പേരൊക്കെ 3ഉം കഴിഞ്ഞ് 4ഉം ഒക്കെ കഴിഞ്ഞ് പോയി. വെരി ഗുഡ്. അപ്പൊ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിതാ 2 എണ്ണം ഇവിടെ ചെയ്തു. ഇനി ഇങ്ങനത്തെ മോഡൽ മൾട്ടിപ്ലിക്കേഷന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും അപ്പൊ ഇങ്ങനത്തെ മോഡൽ ഈ മൾട്ടിപ്ലിക്കേഷന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സംശയം ഉണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ തംസ് അപ്പ് കൊടുത്തോളാം. എല്ലാവർക്കും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്, ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ് കൊടുത്തോളൂ. സായി നന്ദൻ, യെസ്. ഷീമ എന്ന് പേരുള്ളത് സായി നന്ദൻ ആണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിയ, ടെലിക്സ് ജോബി എന്ന പേരുള്ളത് നിയയാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും മറക്കാതെ അറ്റൻഡൻസ് ഫോം ഫില്ല് ചെയ്യണം. ഞാൻ ഒന്നും കൂടി അതിന്റെ ഗ്രൂപ്പിൽ ഇടാം. ആരെങ്കിലും ഗ്രൂപ്പിലല്ല, കമന്റിൽ ഇടാം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് പറയുന്നതൊക്കെ ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഈ നോ എന്ന് പറയുന്നത് സംശയമുണ്ട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സംശയമൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് തംസപ്പ് ഇടാം. സംശയമുണ്ട് എങ്കിൽ നോ അല്ലെങ്കിൽ യെസ് എന്നിട്ടുള്ളത് സംശയമുള്ളവരാണ്. ഒരു പ്രശ്നവും ഇല്ലാത്തവര് തംസപ്പ് ഇടുക കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒറ്റ ഡിജിറ്റ് കൊണ്ട് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, യെസ്. അപ്പോൾ ഒരാൾ എന്തോ സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1-2 പേർക്ക് സംശയം ഉണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ അടുത്തതും കൂടെ ഒന്ന് വേഗം നോക്കാം. ഓക്കെ, അപ്പൊ അടുത്തതും കൂടെ ഒന്ന് നോക്കി എല്ലാവരും. 98 × 8, അതായത് 98 8 തവണ ആഡ് ചെയ്യുക, അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? 98 8 തവണ ആഡ് ചെയ്യുക എന്നുള്ളതാണ് 98 × 8 എന്നുള്ളതിന്റെ അർത്ഥം. 98 8 തവണ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് 8 × 8. അപ്പൊ എത്രയാ? 8 × 8 എത്രയാണ്? 64. 6 കൊടുത്തു. 9 × 8 എത്രയാണ്? 72. അതിന്റെ കൂടെ ഈ 6ഉം കൂടെ ആഡ് ചെയ്യുക. അത് മറക്കരുത് കേട്ടോ. അത് മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റി.
അല്ലേ? നമ്മൾ 8 ഗുണം 8 64ന്റെ 4 അവിടെ എഴുതി, ഈ 6 അവിടെ എഴുതും. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നാൽ തെറ്റ് അല്ലേ? അപ്പൊ അത് മറക്കരുത്. അപ്പൊ 784 ആൻസർ. ഇനി നിങ്ങൾക്ക് ഇപ്പോഴും മൾട്ടിപ്ലിക്കേഷനിൽ യെസ്. അപ്പോൾ ഗിഷ രഞ്ജു എന്ന് പറയുന്ന ആള് കുറെ തംസപ്പ് ഇട്ടിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. യെസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷനിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് കുറച്ച് വീക്ക് ആണെന്നാണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് മനസ്സിൽ അത്ര ഉറച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യാം? അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് ടിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ 7ാമത്തെ കാണുന്നില്ല എന്ന് പറയേണ്ട, അത് സാരമില്ല. കാരണം നമ്മൾ എല്ലാതും ഇവിടെ ചെയ്യുന്നില്ല. ഈ PPTs ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇവിടുന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണില്ല, എന്നെ കാണണ്ടേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ കാണാത്തത് പ്രശ്നമില്ല, ഞാനിത് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി എന്താ? അപ്പൊ ഇനി ഡിവിഷൻ അല്ലേ? മാം ദർ ഈസ് 8th ക്വസ്റ്റ്യൻ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് കാണാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല. നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്നതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, അല്ലാത്തൊക്കെ ഞാൻ നിനക്ക് അയച്ചു തരാം. ഓക്കെ, സോ ഇനി ഡിവിഷൻ. യെസ്, അപ്പൊ ഡിവിഷനിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ അധികം സമയം ഉണ്ടാവുന്ന വരില്ല. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോ ഡിവിഷന് ഒരു പ്രശ്നമുണ്ട്. മൾട്ടിപ്ലിക്കേഷനൊക്കെ നമുക്ക് ആകെ 2 നമ്പറുള്ളൂ. അഡീഷനും നമുക്ക് 2 നമ്പറുള്ളൂ. ഡിവിഷനും നമുക്ക് സബ്സ്ട്രാക്ഷൻ നമുക്ക് 2 നമ്പറുള്ളൂ. അഡീഷന് 2 നമ്പറുള്ളൂ. മൾട്ടിപ്ലിക്കേഷനും ഒക്കെ 2 നമ്പർ വെച്ചിട്ടുള്ള പരിപാടിയാണ് അല്ലേ? പക്ഷെ ഡിവിഷന് ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട് അല്ലേ? ഡിവിഷന് യെസ്, വിശാന്തൻ എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ പേര് വൈശാഖി എന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ ക്ലാസ്സിലുള്ള ആർക്കെങ്കിലും എൻ്റെ പേര് അറിയില്ലെങ്കിൽ എൻ്റെ പേര് വൈശാഖി. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഡിവിഷൻ. ഡിവിഷന് നമുക്ക് കുറച്ചും കൂടെ കോംപ്ലക്സ് ആക്കുന്നത് ഇതാണ്. കാരണം ഒരു ഡിവിഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒരു ഡിവിഷൻ്റെ തന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഇതിന്റെ റിമൈൻഡർ അല്ലെങ്കിൽ ശേഷം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഡിവിഷന്റെ കോഷ്യന്റ് എത്രയാണ്, അല്ലെങ്കിൽ ഭാഗഫലം എത്രയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഡിവിഷൻ കുറച്ച് പ്രശ്നം, ഹരണം കുറച്ച് പ്രശ്നമാണ് അല്ലേ? അപ്പൊ ഇവിടെ തന്നെ ഒന്ന് നോക്കിയേ, നമുക്ക് 4 വാക്കുകൾ വരുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാ പറയാ? ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. അങ്ങനെ 4 വാക്കുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ? ഇതിന്റെ തന്നെ മലയാളം വരികയാണെങ്കിൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ അല്ലെങ്കിൽ വിഭജ്യമായ സംഖ്യ എന്നാണ് നമ്മൾ ഡിവിഡൻഡ് എന്നതിനെ ഉദ്ദേശിക്കുന്നത്. ഡിവൈസർ എന്ന് പറഞ്ഞ വിഭജക സംഖ്യ. നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഇതാ, നമുക്കിവിടെ ഒരു ഉദാഹരണം കിടക്കുന്നുണ്ട്. ഇതൊന്ന് നോക്കി നോക്കിയേ. ഇപ്പൊ നമ്മൾ 20 ഡിവൈഡഡ് ബൈ 5 ആണ് ചെയ്യുന്നതെങ്കിൽ, 20 ഡിവൈഡഡ് ബൈ 5 ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിലത്തെ 20 ആണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. 20നെയാണ് നമ്മൾ ഭാഗം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 20നെയാണ് നമ്മൾ ഭാഗം ചെയ്യാൻ പോകുന്നത്. അതാണ് ഡിവിഡൻഡ്. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് നമ്പറിനെയാണോ നമ്മൾ സ്പ്ലിറ്റ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് ഡിവിഡൻഡ് അല്ലെങ്കിൽ വിഭജ്യ സംഖ്യ. അപ്പൊ നമുക്ക് ഒരു കാര്യം ആലോചിച്ചാലോ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിൽ എന്താ വ്യത്യാസം? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ അതിന്റെ തന്നെ ഒരുപാട് തവണ കൂട്ടി 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 കൊണ്ടുവരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. കൂടി വരികയാണ് അല്ലെ? അപ്പൊ 2 × 3 എന്ന് പറഞ്ഞാൽ 2 + 2 + 2. മനസ്സിലായോ? അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൂടി 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 കൂടിയേ വരുള്ളൂ അല്ലെ?
ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സാധനത്തിനെ മുറിച്ച് 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 കുറെ കഷ്ണങ്ങളാക്കുക, അതാണ് ഡിവിഷൻ. മനസ്സിലായോ? അപ്പോൾ ഒരു സാധനത്തെ തന്നെ കൂടുതലായിട്ട് പെരുപ്പിക്കുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. കൂട്ടി 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 കൂടി വരും. പക്ഷെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ മുറിച്ച് ഡിവൈഡ് ചെയ്ത് 5 കഷ്ണാക്കി, 4 കഷ്ണാക്കി, 10 കഷ്ണാക്കി. അപ്പൊ വലിയൊരു സാധനത്തിനെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റുന്നതാണ് ഡിവിഷൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം നമ്മൾ ഉപയോഗിച്ച ആ ഉത്തരത്തേക്കാൾ വലുതായിരിക്കണം. മനസ്സിലായോ? 45 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 45നേക്കാൾ വലുതായിരിക്കണം, അല്ലേ? ഇനി ഹരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതിനെയാണോ ഹരിക്കുന്നത് അതിന്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കണം. 20 ഹരണം 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ വാല്യൂ 20ന്റെ മുകളിലേക്ക് പോവില്ല. മനസ്സിലായോ? 20നെയാണ് നമ്മൾ ചെറുതാക്കി പാർട്സ് ആക്കണേ. അപ്പൊ 20നേക്കാൾ മുകളിലേക്ക് പോവോ? ഇല്ല. അപ്പൊ 20നേക്കാൾ താഴെ. മനസ്സിലായല്ലോ? അപ്പൊ ഗുണിക്കുമ്പോ നമുക്ക് വലിയ വാല്യൂ കിട്ടും, ഹരിക്കുമ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ വാല്യൂ ആയിരിക്കും. കാരണം 20 × 5 എന്ന് നമ്മൾ പറഞ്ഞതിന്റെ 20 ഹരിക്കണം 5 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? 20 എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര 5 ഉണ്ട്? അപ്പൊ മലയാളത്തിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. 20 ഹരിക്കണം 5 എന്ന് പറയുകയാണെങ്കിൽ 20 എന്ന് പറയുന്ന ഒരൊറ്റ നമ്പറിൽ 5 എന്ന് പറയുന്ന നമ്പർ എത്ര തവണ വരുന്നുണ്ട്? മനസ്സിലായോ? 50 ഹരണം 10 എന്ന് പറയുകയാണെങ്കിൽ എന്താ അർത്ഥം? 50 എന്ന് പറയുന്ന വലിയ സംഖ്യയില് 10 എത്ര തവണ വരുന്നുണ്ട്? അല്ലെങ്കിൽ 50നെ 10 തുല്യ ഭാഗങ്ങളാക്കിയാൽ അത് എത്ര എണ്ണം ഉണ്ടാകും? അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. 50 എന്ന് പറയുന്ന ഒരു വലിയ നമ്പറിനെ 10 തുല്യ ഭാഗ്യങ്ങളാക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 5 5 5 5 ഉള്ള 10 ഭാഗങ്ങൾ കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഹരണത്തിന്റെ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഈ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇത്ര തവണ കൂടുകയാണ്. ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിനെ ഇത്ര നമ്പർ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു വലിയ നമ്പറിൽ ഇത് എത്ര തവണ ഉണ്ടാകും? മനസ്സിലായോ? അതാണ് നമ്മുടെ ഐഡിയ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ആ ഒരു ചിന്ത ചിന്തിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പൊ നമ്മൾ ആലോചിക്കേ, 100ല് എത്ര 10 ഉണ്ട്? അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ഒരു സംഖ്യേനെ 10 ഈക്വൽ ഭാഗങ്ങളാക്കിയാൽ എത്ര കിട്ടും? അല്ലെങ്കിൽ വേറെ ഒന്ന് ആലോചിക്കേ, നിങ്ങളുടെ കയ്യിൽ ഒരു 10 മിഠായി ഉണ്ട്, നിങ്ങളും നിങ്ങളുടെ അനിയനും ഉണ്ട് കൂടെ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്താ പ്രശ്നം? അനിയനുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കണം എന്നാണ് ആഗ്രഹം. എന്നാലും അമ്മ പറയും തുല്യമായിട്ട് വീതിക്കണം എന്ന്, അല്ലേ? അപ്പൊ ഈ 10 മിഠായിനെ തുല്യമായി വീതിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തുല്യ വീതങ്ങളായിട്ട് വീതിക്കണം. അപ്പൊ ഈ 10നെ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 കൊണ്ട് ഹരിക്കുക ചെയ്യണം അവിടെ, അല്ലേ? 10നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ തുല്യ 2 ഭാഗങ്ങൾ ആക്കുക. മനസ്സിലായോ? അപ്പൊ 10 മിഠായി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 2 പേർക്ക് തുല്യ വീതിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മിഠായി കിട്ടും? 5 എണ്ണം നിങ്ങൾക്ക് കിട്ടും, 5 എണ്ണം നിങ്ങളുടെ അനിയന് കിട്ടും, അല്ലേ? നമുക്കത് ഇഷ്ടമല്ല, എന്നാലും തുല്യമായി വീതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിഠായിനെ നമ്മൾ തുല്യ വീതങ്ങളാക്കി 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5 5. അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒന്ന് എല്ലാവരും വേഗം തംസപ്പ് ചെയ്തേ. ഡിവിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ വേഗം ഒരു തംസപ്പ് ഇട്ടേ. കുറെ തംസപ്പ് ഇട്ടോ എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഡിവിഷന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനെ തന്നിട്ടുള്ളൂ. നമ്മൾ പഠിച്ചിട്ടില്ല കാര്യമായിട്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്ക് ഒരുപാട് വേർഡ്സ് പഠിക്കാനുണ്ട്. ഡിവിഡൻഡിന്റെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഡിവൈസർ ഉണ്ട്, കോഷ്യന്റ് ഉണ്ട്, ശേഷം വിഭജ്യ സംഖ്യ, അങ്ങനെ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ വേഗം എല്ലാവരും തംസപ്പ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ കുറെ പേര് എൻ്റെ നെയിമിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു, വെരി നൈസ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൃത്തിക, താങ്ക് യു. അപ്പൊ എല്ലാവരും നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഫീലും കൂടി ഇടണം കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു ഹാർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ,
അപ്പം ഇന്ന് ഹാർട്ട് ഇട്ടേ. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്നു. അപ്പം നല്ല കോപ്പറേറ്റീവായിട്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇരുന്നു. വെരി വെരി ഗുഡ്. അപ്പം എല്ലാവരും ഒന്ന് ഒരു ഹാർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇഷ്ടം എനിക്ക് മനസ്സിലാവും. ഇതല്ല നിങ്ങളുടെ ന്യൂ ജെൻസ് പിള്ളേരുടെ സിമ്പിൾസ് അല്ലേ ഇതൊക്കെ, ഹാർട്ട്. യെസ്. അപ്പം എല്ലാവരും ആ ഹാർട്ട് ഒന്ന് ഇടുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നുള്ളത് വേഗം ഒന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പം എല്ലാവരും വേഗം ഒരു ഇഷ്ടം തന്നോളൂ. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞത് എന്താണ്, നമ്മളിപ്പോൾ യെസ്, നിങ്ങളുടെ വലിയ വലിയ ഹാർട്ട്സ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ ജൂബി എല്ലാവരും ഹാർട്ടൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആരും മറക്കണ്ട, നമുക്ക് നവോദയയിലേക്കുള്ള ക്ലാസ്സസ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അത് മാത്രമല്ല സൈനിക് സ്കൂളിൻ്റെ ക്ലാസ്സസും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓഫീസ് നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഡെമോ സെഷനിൽ ഇരുന്ന ആൾക്കാരും റെഗുലർ ആയിട്ട് നമുക്ക് ഈ ക്ലാസ്സസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും ഇതുപോലെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാം. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ചെറിയ പ്രോബ്ലത്തിന് സോറി, ഇനി അത് വരാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അതെന്തോ ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഡിവിഷനുമായിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ. സോ ബൈ എവ്രിവൺ.